എടാ, ഇന്നലെ ഞാനൊരു ആന്റിയുടെ വീട്ടിൽ പോയിട്ടോ. ഈവനിങ് ആന്റി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം അങ്ങനെ പോയപ്പോഴത്തേക്കിനില്ലേ, ആന്റി എന്നെ വീടൊക്കെ കാണിച്ചു തന്ന്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എന്താണെന്ന് അറിയോ, ആന്റിയുടെ കിച്ചന്റെ ജസ്റ്റ് വാതിക്കെ ഒരു സൂപ്പർ കിച്ചൺ ഗാർഡൻ. എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പേസ് ഒന്നും ഇല്ല, കുഞ്ഞ് ലിമിറ്റഡ് സ്പേസ്. പക്ഷെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആൻഡ് ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ആന്റി ഇങ്ങനെ ചെടികളെ പറ്റി ഞാൻ ഹായ് ആന്റി എന്ത് രസം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരി ഫുൾ എനർജറ്റിക്കാ. എല്ലാം എന്നെ കൊണ്ടുവന്ന് എല്ലാം കാണിച്ച് എനിക്ക് കുറെ വെജിറ്റബിൾസ് ഒക്കെ തന്നു കേട്ടോ. ഉം. നിനക്കും ഉണ്ട്, ഞാൻ ആ. തരാം കേട്ടോ. ഉം. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കാണിച്ചൊക്കെ തന്നു. അപ്പം ഏറ്റവും വലിയൊരു കാര്യം ഞാൻ അവിടെ കണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ആന്റിയുടെ അടുത്ത് ചോദിച്ചു, ആന്റി ഇത് എങ്ങനെ ലൈക്ക് ഉം. ഫെർട്ടിലൈസർ ഉം. ഉം. എന്താണ് ആന്റി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആന്റി പറഞ്ഞത് ഒന്നുമില്ല, കിച്ചൺ വേസ്റ്റ്. കാര്യായിട്ട്. എന്നാ എന്ത് നീറ്റാന്നറിയോ? ഒരു സ്മെല്ലില്ല, ഒരു നാറ്റ് ഒന്നുമില്ല. ഭയങ്കര വൃത്തിയായിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു, ആന്റി എങ്ങനെ കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിലിടുവോ വേസ്റ്റ്, ഡെയിലി ഉള്ള വേസ്റ്റ് എന്ന് ചോദിച്ചു. കുറച്ച് ഏരിയേ ഉള്ളൂ. ഉം. അപ്പൊ കുഴിക്കാൻ മാത്രം അത്രയും സ്ഥലമൊന്നും ഇല്ല. അപ്പൊ ആന്റി എന്നെ കാണിച്ചു തന്നാണ് ഈ കമ്പോസ്റ്റ് ബിൻസ്, 3 ബിന്നിന്റെ ഒരു ഇത് കിച്ചൺ വേസ്റ്റിനെ കമ്പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് കൊണ്ട് വെളിയിലിട്ട് നാറി അവിടെ കിടന്നത് ഡീകമ്പോസ് ആയി കുറെ പുഴുക്കളും നാറ്റവും ഒക്കെ ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ ഫ്ലാറ്റിലിടാ ഒരു ഫ്രണ്ട് ഉണ്ട്. ഉം. നീ പറഞ്ഞ പോലെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവര് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യും ഓരോ സമയത്ത്. ഉം ഹും. അതിൽ കണ്ടിട്ടുണ്ട് ഫ്ലാറ്റിലായിട്ടും അവരിത് ചെയ്യുന്നുണ്ട്. ഉം. എന്നിട്ട് ഫൈനൽ റിസൾട്ട് ഞാൻ കണ്ടു ട്ടോ. ആ സ്റ്റേറ്റസ് നല്ല ഭംഗിയുള്ള നല്ല മണ്ണ്, വൃത്തികേടൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ നീ പറഞ്ഞ പോലെ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിൽ നല്ല സ്മെല്ലും ഉണ്ട്. കോക്രോച്ചസും ഒക്കെ കാണും. അപ്പൊ എന്റെ വിചാരം എങ്ങനെ ഇപ്പൊ നമ്മള് ഫ്ലാറ്റിലൊക്കെ ഇത് ചെയ്യുംന്നാ. ഉം. പറഞ്ഞ് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്ന എങ്ങനെ നീ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ആ, കുറച്ചും കൂടി? ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കിച്ചൺ ഗാർഡനിലോട്ടൊന്നും എടുക്കാതെ ഉം. ഞാൻ ഇതിനെ തന്നെ പിന്നെയും ഇനോകുലം പോലെ യൂസ് ചെയ്തിട്ട് പിന്നെയും കമ്പോസ്റ്റ് ചെയ്യാൻ ഓ. വേണ്ടി യൂസ് ചെയ്യാണ്. ഓ. പക്ഷെ ഈ ടെക്നോളജി ഭയങ്കര ഈസിയാടാ. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നേ ഉള്ളേ. ആക്ച്വലി ഇതിനു മുമ്പേ ഞാൻ ആ ട്യൂബ്, ഒരു ഡീകമ്പോസിങ് ഒരു സാധനം ഉണ്ട്, ഒരു PVC ട്യൂബാണ്. കണ്ടിട്ടുണ്ട് ഞാൻ ആ, എവിടെയൊക്കെ. അതാണ് ആദ്യം വെച്ചത്. ഉം. പക്ഷെ അതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്റെ വീട്ടിൽ ഞാൻ വെച്ചത്. ഉം. ഈ 3 ബിന്നിന്റെ ഈസ് റിയലി റിയലി ഹെൽപ്ഫുൾ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഒരു ഇനോക്കുലം എന്ന് പറയുന്ന ഒരു ഈ കോക്കോ പീറ്റോ ഉം. അങ്ങനെയൊക്കെ, ഒന്നെങ്കിൽ കോക്കോ പീറ്റ് അല്ലെങ്കിൽ ഇനോക്കുലം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അത് ഈ കമ്പോസ്റ്റ് ചെയ്ത ഒന്നെങ്കിൽ മണ്ണ് മിക്സ്ഡ് വിത്ത് കോക്കോ പീറ്റ് ആണ് കേട്ടോ. അപ്പം ആ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെയർ ഈ കോക്കോ പീറ്റിനെ ഇടും. ഉം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിച്ചണിലെ വേസ്റ്റ്, ഉം. ഇതിനകത്ത് ഒരേ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഡ്രൈ ആയിട്ട് ഇടണം. എന്ന് പറഞ്ഞാൽ വാട്ടറി ആയിട്ട് ഇടാൻ പാടില്ല. വാട്ടറി ആയിട്ട് ഇട്ട എന്താന്ന് പറഞ്ഞാൽ, ആ വെള്ളം എല്ലാം കൂടെ വന്ന് ആ സ്ഥലം ഡേർട്ടിയാവും, പുഴുക്കളുണ്ടാവും, സ്മെല്ലി വല്ലാത്ത നാറ്റം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വെറ്റായിട്ട് എത്ര ഡ്രൈ ആക്കി ഇടാം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഓ, ടെക്നിക്ക്. ഇത് നല്ല ആ സീക്രട്ട്. ഇതുകൊണ്ടായിരിക്കാം ചെലപ്പം ആ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞു തന്നെ ചെയ്തിട്ട് പറഞ്ഞു തരുന്നതും വെറുതെ കേൾക്കുന്നതിന്റെയും വ്യത്യാസം ഇപ്പൊ ഞാൻ പറയാട്ടോ. ഞാൻ കേട്ടത് എന്താ അറിയോ? ഫുഡ് വേസ്റ്റ് ഇടുക, മേലെ ഡ്രൈ വേസ്റ്റ് ഇടുക, പിന്നെ ഫുഡ് വേസ്റ്റ് ഇടുക, പിന്നെ മേലെ ഡ്രൈ വേസ്റ്റ് ഇടുക. കുറെ ദിവസം കഴിഞ്ഞ ഇത് നിങ്ങളുടെ മാന്യൂറായി മാറും എന്നാ പറഞ്ഞു കേട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അത് ലോജിക്കലി സെറ്റ് ആയില്ല. ഇങ്ങനെ വെറുതെ ഇട്ട വൃത്തികേടൊന്നും ഉണ്ടാവില്ലേ? സ്മെല്ല് ഉണ്ടാവില്ലേ? പിന്നെ എന്തെങ്കിലും ഈ ഫ്ലൈസ് ഒക്കെ എന്തായാലും വരില്ലേ? കൊത്തവിളങ്ങിയ പറഞ്ഞ ചെറിയ ഇതൊക്കെ വരില്ലേ? ഇപ്പൊ നീ പറഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ്, ഇപ്പം നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റിൽ എപ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ? ആ അതിനെ നമ്മൾ വെയിൽ കൊള്ളിച്ചിട്ട് ഒന്ന്. ഞാൻ ആ. ചെയ്യുന്ന ഒരു ടെക്നിക്ക് പറയാം. ആ. ഞാൻ എന്താന്ന് പറഞ്ഞാൽ, ഒരു വേസ്റ്റ് വെക്കാൻ വേണ്ടി ഒരു ബോക്സ് ഉണ്ട് ആ. എനിക്ക് വിത്ത് ലിഡ്. നമ്മൾ വേസ്റ്റ് അപ്പൊ വെക്കുന്ന. ഒന്നെങ്കിൽ അതിന്റെ അകത്തോട്ട് ഒരു പേപ്പറിന്റെ കുഞ്ഞൊരു കഷ്ണം ആ. അതങ്ങോട്ട് അടിയിലോട്ട് ഉം. വെക്കുക. എന്നിട്ട് നമ്മൾ ഈ വേസ്റ്റ് വെക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്നുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തോടെ ഇടരുത്, ആ. ജസ്റ്റ് വെള്ളം ഒന്ന് കളഞ്ഞിട്ട്, എന്നാലും ഇല്ലേ ഉള്ള വെള്ളം എല്ലാം ഈ പേപ്പർ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. എന്നിട്ട് രാവിലെ ഞാൻ അതിനുവേണ്ടി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിലോട്ട് ഈ പേപ്പറോടെ കൂടി ഉം. ഞാൻ ആ വേസ്റ്റിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. എന്നിട്ടത് വെയിൽ വരുമല്ലോ, ഉം. അപ്പൊ വെയിലത്തോട്ട് വെക്കും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഒരുവിധം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ശരി. വാട്ടർ ഒക്കെ പോയി കിട്ടും. ഉം. ഉം. അപ്പൊ എന്നിട്ടാണ് ഞാൻ കൊണ്ട് അത് ബിന്നിലിടുക.
അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളമില്ല. അപ്പൊ ആ വെള്ളം ഇല്ലാണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് സുഖമായിട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് ഒരു പോയിന്റും കൂടി ഉണ്ടെടാ. എല്ലാ ദിവസവും ഈ നമ്മള് വേസ്റ്റ് ഇട്ട് ഒരു ലെയർ ആയി കഴിയുമ്പോഴാണല്ലോ നമ്മൾ മണ്ണ്, അതിനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഒരു വലിയ കമ്പോ, എനിക്ക് അതിനു വേണ്ടി ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. സ്കാൽപ്പല് ആ, പോലത്തെ അത് സാധനം. തന്നെ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മണ്ണുമായിട്ട് ആ കോക്കോപീറ്റോ അല്ലെങ്കിൽ ഈ ഈ ഡ്രൈ ഇനോക്കുലമായിട്ട് വേസ്റ്റ്. ആയിട്ട് മിക്സ് ആവുമല്ലോ. അപ്പൊ ഈ ഈച്ച, ഈ ഒത്തിരി പുഴുക്കൾ വെളിയിലോട്ട് വരിക അല്ലെങ്കിൽ വെള്ളം ഒഴുകിയേനോ ആ ഒരു നാറ്റം വരിക, ഇതൊന്നുമില്ല. 3 ബിന്നുണ്ടല്ലോ. അപ്പം ഏറ്റവും മുകളിൽ വെക്കുന്ന ബിന്നിലാണ് ഞാൻ വേസ്റ്റ് ഇടുക. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഏറ്റവും താഴെ വെക്കും. എന്നിട്ട് അടുത്തതിനെ എടുത്ത് മേളിൽ വെക്കും. അതും നിറഞ്ഞു കഴിയുമ്പോൾ അതിനെയും താഴെ ഏറ്റവും താഴെ വെക്കും. എന്നിട്ട് ആ മൂന്നാമത്തേത് ഫുള്ള് നിറഞ്ഞു കഴിയുമ്പം ഈ അടിയിലിരിക്കുന്ന 2 എണ്ണം ആക്ച്വലി അത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ പ്യുവർ ബ്ലാക്ക് ആ, ഗോൾഡ്. അതെ, ശരിക്കും ബ്ലാക്ക് കളറില, ശരിക്കും ബ്ലാക്ക് കളറില. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഒരു ഡ്രം നിറഞ്ഞു, നമ്മളിങ്ങനെ ലെയർ ചെയ്തു ഉം. എന്നിട്ട് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ അതും ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് ഇല്ല, കൊടുക്കണോ? ഞാൻ പിന്നെ ഒന്നും തൊടേണ്ട ചെയ്യാറില്ല, ആവശ്യമില്ല. തൊടുകയില്ല. പിന്നെ ആ മൂന്നാമത്തത് തീർന്നു കഴിയുമ്പം അതിനെ തുറന്നെടുത്ത് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. സോ ദാറ്റ് യുനോ ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിനെ തന്നെ പിന്നെ ഇനോക്കുലം ആക്കാം. അപ്പം മേടിക്കേണ്ട ആവശ്യമില്ല. അതായത് അപ്പം ഫസ്റ്റ് ടൈം മാത്രം ഇനാക്കലും ഏകദേശം എന്ത് റേഞ്ച് വരൂടാ ഇതിനൊക്കെ? എനിക്ക് തോന്നുന്നു 32 ലിറ്റേഴ്സ്, ഞാൻ എപ്പോഴും മേടിക്കുന്ന ഒരു 32 ലിറ്റേഴ്സ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. 32 ലിറ്റേഴ്സിന്റെ ഒരു ചാക്കിന് നമുക്ക് 200 റുപ്പീസ് ആണ് വരുന്നത്. അത് എനിക്ക് ഒന്നൊന്നര ഒരു 2 മാസത്തോളം നിൽക്കും. ലൈക്ക് ഒരു മന്ത് എനിക്കൊന്ന് നമ്മളുടെ ഇവിടുത്തെ ഒരു ഫുഡ് വേസ്റ്റിന്റെ ഇത് വെച്ചിട്ടാണല്ലോ, ഒരു മന്ത് അപ്പൊ 100 റുപ്പീസ് അത് നമ്മൾ അഥവാ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വരുന്നുള്ളൂ. അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ പിന്നെ അതല്ലേ കുട്ടു- ടോട്ടലി? അതെ. ഓക്കെ. പിന്നെ എനിക്ക് ആക്ച്വലി കിച്ചൺ ഗാർഡൻ ഇല്ലല്ലോ, പക്ഷെ ചെടികളുണ്ട്. ഞാൻ ഈ ചെടികളുടെ ഒക്കെ മേളത്തെ കുറച്ച് മണ്ണെടുത്ത് മാറ്റി ഈ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്താന്ന് പറയാ, അതിനും ആ നെക്സ്റ്റ് മണ്ണ് കിട്ടുന്നവിടം വരെ ഒരു മെന്യൂർ പോലെയായി. എന്നാ ഞാൻ വേറെ ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ഇടുന്നുമില്ല. എല്ലാം ഇടാം, എഗ് ഷെൽസ്, അനിയൻ എല്ലാം എല്ലാം ഇടാം. ആക്ച്വലി ആ ഒരു ട്യൂബിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ആ PVC പൈപ്പ്, ആ ആ സാധനത്തില് അവര് പറയായിരുന്നു സിട്രസ് ആയിട്ടുള്ള ഒന്നും ഇടാൻ പാടില്ല, തക്കാളിയുടെ അരി എന്തൊക്കെയോ ഇടാൻ പാടില്ല, ഉള്ളിത്തൊലി ഇടാൻ പാടില്ല. അപ്പൊ നമുക്ക് പിന്നെ ഇതിനെയൊക്കെ കൂടെ അതാണ് എന്ത് ഈ ചെയ്യും? ലെമണ് ഓറഞ്ച് ഒക്കെ വാങ്ങുമ്പോ അതപ്പം നീ പറഞ്ഞ ഏതൊക്കെയോ സാധനങ്ങൾ പാടില്ല, ഏതൊക്കെയോ സാധനങ്ങൾ പാടുന്ന് പറയുമ്പോ നമ്മൾ പിന്നെയും ഈ ഫുഡ് വേസ്റ്റിന് പിന്നെയും സെഗ്രിഗേഷൻ കഴിഞ്ഞാൽ അതെ, പിന്നെ മറ്റേതിനും ഡിസ്പോസ് ചെയ്യാനുള്ള വഴി നോക്കണ്ടേ? പക്ഷെ അതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് കിച്ചണിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടോ അത് നല്ല സുഖമായിട്ട് ബ്ലാക്ക് ഗോൾഡ് ആക്കി പിന്നെയും സോയിലിലേക്ക് അല്ല, കൊടുക്കാം. ഞാൻ പിന്നെ ഈ എന്താ പറയാ, ചിക്കന്റെ ബോൺസ് പിന്നെ ഫിഷ് ബോൺസ് ഇതിന്റെയൊക്കെ കൂടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറെ പട്ടികളുണ്ട്. അപ്പൊ അതിനപ്പം തന്നെ കൊടുക്കും കേട്ടോ. അപ്പൊ അതങ്ങ് കഴിച്ചു തരും. ബിക്കോസ് ഇല്ലെങ്കിലും അതങ്ങോട്ട് കമ്പോസ്റ്റ് ആവാറില്ല, അതങ്ങനെ ഉണങ്ങി അങ്ങനെ ഇരിക്കുക ചെയ്യാ. അപ്പൊ ഞാൻ അത് മാത്രം അങ്ങ് കൊടുക്കും, അല്ലാതെ വേറെ ഒന്നും. ബേസിക്കലി വെജിറ്റബിൾ വേസ്റ്റ് അല്ലെ, അതെ, പീൽസും പിന്നെ ഫുഡ് നമ്മൾ കഴിച്ചതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത്. ഓ രഞ്ജു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളും ആടാ. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക്കിന് ആൾക്കാർ വരുന്നുണ്ട്. എന്താ പറയാ, ഈ കുടുംബശ്രീയിലെ ആൾക്കാർ വരുന്നുണ്ട്, ഹരിത കർമ്മസേന വരുന്നുണ്ട്. അപ്പം പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ പോയി. പിന്നെ ഇതേ ഉള്ളൂ നമുക്കൊരു പ്രശ്നമുള്ള ഒരു വേസ്റ്റ്. അപ്പം ശരിക്കും നമ്മൾ എല്ലാവരും അവരവരെ വീട്ടില് നമ്മൾ കഴിക്കുന്ന ഫുഡ് ദൈവം ഭയങ്കര താങ്ക്ഫുൾ ആയി ഗ്രേറ്റ്ഫുൾ ആയി നമ്മൾ കഴിക്കുന്നതാണ്. കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ വേസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിസ്റെസ്പെക്റ്റോട് കൂടി എന്തൊക്കെയോ ചെയ്യുക, പിന്നെ തോന്നുന്നേരത്ത് കൊണ്ടുപോയി കളയുക അവിടെ ഇവിടെ. അതിന് പകരം ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ഈസിലി മണ്ണും നന്നായി അല്ലെ, മണ്ണിന്ന് കിട്ടിയ സാധനം തിരിച്ച് മണ്ണിലേക്ക് തന്നെ കൊടുത്തല്ലോ നല്ല ഒരു അല്ലെ? പോയിന്റ് ആട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു. മണ്ണിൽ നിന്ന് കിട്ടിയ സാധനം തിരിച്ചു മണ്ണിലേക്ക്. അല്ലെ? കറക്റ്റ്. ഓ അത് ഭയങ്കര നല്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്നവര് നല്ല ടിപ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും തുടങ്ങുമ്പോൾ ഞാനിപ്പോ ആക്ച്വലി ചെയ്യാൻ പോണ ആദ്യം തന്നെ നീ പറഞ്ഞ പോലത്തെ ചെറിയെങ്കിൽ ചെറുത് അങ്ങനത്തത് വാങ്ങാൻ പറ്റില്ല, ഓൺലൈനിൽ ചെറുതുണ്ട്. ചെറുത് ഓൺലൈനിൽ നിന്ന് വാങ്ങി. പിന്നെന്താ മറ്റേ സാധനത്തിന്റെ പേരെന്താ? ഇനോക്കുലം. ഇനോക്കുലം. അതും ഒരു സാക്ക് വാങ്ങി കുറച്ച് പ്രൊസീജിയർ ഒക്കെ ചെയ്ത് മേ ബി ഒരു 2 months കഴിയുമ്പോൾ വി വിൽ കം ബാക്ക്. അപ്പൊ എനിക്കും കൂടി കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടാവും. എന്റെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, ഞാൻ എന്തൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ 3 സാധനങ്ങളെ ആലോചിക്കാറുള്ളൂ അല്ലെ. ഒന്ന്, വേസ്റ്റ് കഴിയുന്നതും വെജിറ്റബിൾ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാം. രണ്ടാമത്തത് അത് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇടുക. മൂന്നാമത്തെ ഒന്ന് മിക്സ് ചെയ്തിട്ടും കൂടി ഇട്ട അടിപൊളി എന്താണ് പറയാ, ബ്ലാക്ക് ഗോൾഡ് നമുക്കൊക്കെ ഉണ്ടാകും. പിന്നെ ഇത് വെക്കുമ്പോഴും വെള്ളം അടിക്കാത്ത, എന്ന് പറഞ്ഞാൽ മഴവെള്ളം ഒന്നും അടിക്കാത്ത അങ്ങനത്തെ ഒരു ഏരിയയിൽ അതായത് വെക്കണം. വർക്ക് ഏരിയ അല്ലെങ്കിൽ വെള്ളം തട്ടാത്ത ബാൽക്കണി ഏരിയ
അത്രേ അല്ലെങ്കിൽ ഉള്ളൂ. കുഞ്ഞു വീടും ഇതൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഷെഡ് ഉള്ളവര് ഒരു ചെയ്യാം. കുഴപ്പമില്ല. വീട്ടിന്റെ ഉം. വെളി ഞാനിപ്പോ വെളിയിലാ വെച്ചിരിക്കുന്നെ. ഒരു എലി ശല്യോ അങ്ങനെ ഒന്നുമില്ല ഉം ട്ടോ. ഉം ഉം. ഒരു ആ പ്രശ്നവുമില്ല. മിക്സ്ചർ കറക്റ്റായി ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റ്. സൂപ്പർ ട്ടോ. അപ്പൊ ശരി, ലെറ്റ്സ് താങ്ക് ഗോഡ് ഫോർ എവറിത്തിങ്. നമുക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന പോലെ തന്നെ അത് കഴിഞ്ഞ് അതിനെ നല്ല ഫോമിൽ സോയിലിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റിയ പിന്നെ ഇതിലും വലിയ സന്തോഷം വേറെ എന്താ ബ്ലെസ്സിങ്സ് അല്ലേ? ഇല്ല. യാ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Then റെൻ and ആൻഡ് ഗോ. go.